തൻ്റെ കൂട്ടുകാരനായ ഹെർമൻ കോണിനോട് പറഞ്ഞു, എടാ, നമ്മൾ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അതിനുത്തരം പറയുവാനോ വേണ്ടെന്ന് പറയുവാനോ ഇവിടെ തങ്ങുവാനോ ഒന്നും പറയുവാൻ പറ്റാത്ത ഒരു മാനസിക നില ഹെർമനില്ലായിരുന്നു. കാരണം അവൻ അത്രമാത്രം അവൻ്റെ ആരോഗ്യം ക്ഷയിച്ചുപോയി. അവൻ്റെ പല്ലുകളൊക്കെ നഷ്ടപ്പെടാനായി തുടങ്ങിയിരുന്നു. കണ്ണൊക്കെ കുഴിഞ്ഞു വരുന്നു. മൊത്തം ഒരു മഞ്ഞ കളറിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഹെർനോ മാർട്ടിൻ ഇവനെ തോളിൽ എടുത്തു. ഓട്ടോയുമായി പതുക്കെ ആ ട്രക്കിൻ്റെ അടുക്കിലേക്ക് നടന്നുപോയി. യൂണിവേഴ്സൽ മന്ന സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിജു. ഭാവനയിൽ ഒരു ചിത്രം കാണുക. ചുറ്റും ചുവന്ന മണൽ കൂനകൾ മാത്രം. സൂര്യൻ ആകാശത്തു നിന്നും തീ തുപ്പുന്നു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഈ അവസ്ഥയിൽ നിങ്ങൾ എത്ര നേരം പിടിച്ചു നിൽക്കും? 1 മണിക്കൂർ? ഒരു ദിവസം? എന്നാൽ 2 മനുഷ്യർ ഈ നരകതുല്യമായ സാഹചര്യത്തിൽ ജീവിച്ചു തീർത്തത് അക്കമിട്ട് നിർത്തിയാൽ 730 ദിവസങ്ങളാണ്. 1940-ൽ 2ാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ നമീബിയയിലെ മണ്ണിൽ നിന്നും 2 ജർമ്മൻ ശാസ്ത്രജ്ഞർ അപ്രത്യക്ഷരായി. അവരുടെ പേര് ഹെർനോ മാർട്ടിൻ, ഹെർമൻ കോൺ. യുദ്ധം ചെയ്യാൻ തോക്കെടുക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഹിറ്റ്ലറുടെ പടയാളിയാകാനോ സഖ്യകക്ഷികളുടെ തടവുകാർ ആകാനോ അവർ നിന്നുകൊടുത്തില്ല. പകരം അവർ തിരഞ്ഞെടുത്തത് മരണത്തെയാണ്. അതായത് ആരും കടന്നു ചെല്ലാത്ത നമീബിയ മരുഭൂമിയിലെ മരണം. ഈ സംഭവം നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. അവിടെ ഗവേഷണം നടത്തുന്ന 2 പേർ, ഹെർനോ മാർട്ടിനും ഹെർമൻ കോണും. ഇവരെ സംബന്ധിച്ച് ആ സമയത്ത് പെട്ടെന്ന് 2ാം ലോകമഹായുദ്ധം ആരംഭിക്കുകയാണ്. ജർമ്മനി അതിൻ്റെ സർവ്വശക്തിയും എടുത്ത് സഖ്യരാഷ്ട്രങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന സമയം. ഇവർ ജർമ്മൻകാരായ ശാസ്ത്രജ്ഞന്മാരായതുകൊണ്ട് തീർച്ചയായിട്ടും ഹിറ്റ്ലറിൻ്റെ പടയാളികളാകാനോ നാസിപ്പടയുടെ കൂടെ യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ സഖ്യകക്ഷികൾ പിടിക്കപ്പെട്ട് തടവുകാരാകാനോ ഇടയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെർമൻ എന്ന് പറയുന്നതായ മനുഷ്യൻ ഹെർനോയോട് പറഞ്ഞു, നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നാസിപ്പടയുടെ കയ്യിൽ അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ കയ്യിൽ, 2 ആയാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടണം. ഉടനെ ഹെർനോ ചോദിച്ചു, നാം എങ്ങോട്ട് പോകും? അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, നമുക്ക് നമീബിയയുടെ മരുഭൂമിയിലേക്ക് പോകാം. കാരണം നമ്മൾ അവിടെ മുൻപ് ഗവേഷണം നടത്തി ചെന്നിട്ടുണ്ടല്ലോ. ആ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടല്ലോ. അവിടെ പോയാൽ ഒരുപക്ഷെ നമുക്ക് കുറച്ചു കാലം അവിടെ ഒളിച്ചു താമസിക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇവരുടെ തീരുമാനം 2 പേരും അംഗീകരിച്ചു. അങ്ങനെ അവർ അതിനുള്ളതായ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങി. അവർ ആദ്യം ചെയ്തത് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷോട്ട് ഗണ്ണും ഒരു പിസ്റ്റളും തയ്യാറാക്കി വെച്ചു. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൾ നേരത്തെ തന്നെ സറണ്ടർ ആക്കിയായിരുന്നു. പിന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഈ 2മാണ്. അതുമാത്രമല്ല, അവർക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നവർ തിരിച്ചു വരുമെന്ന് അവർക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഒരു ചെറിയ യാത്രയ്ക്ക് വേണ്ടിയല്ല, ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങണം. അവർ ആദ്യം ചെയ്തത് ഒരു ട്രക്ക് അവർ സംഘടിപ്പിച്ചു. ഒരു പഴയ ട്രക്ക് സംഘടിപ്പിച്ചിട്ട് അവർ ഭക്ഷണ സാധനങ്ങൾ അതിലേക്ക് ലോഡ് ചെയ്യുവാനായിട്ട് തുടങ്ങി. ഭക്ഷണ സാധനങ്ങൾ ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തത് ഡ്രൈ ഫ്രൂട്ട്സുകൾ, അത്യാവശ്യം ഫ്രൂട്ട്സുകൾ, ഏകദേശം ഒരു
2 വർഷത്തേന് അവർക്ക് ആ മരുഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണ സാമഗ്രികൾ എന്തെല്ലാമാണോ അതെല്ലാം, വിസ്കികൾ, മദ്യങ്ങൾ, അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അത്യാവശ്യം മെഡിസിനുകൾ, വസ്ത്രങ്ങൾ എന്ന് വേണ്ട അവർക്ക് ഒരു ദീർഘകാലം താമസിക്കുവാൻ ആവശ്യമായ സകല സാധനങ്ങളും ആ ട്രക്കിൽ അവർ ലോഡ് ചെയ്തു. അതുമാത്രമല്ല, അവരുടെ റേഡിയോയും അവരുടെ കയ്യിലെടുത്തു. കാരണം യുദ്ധത്തെക്കുറിച്ച് അറിയാനായിട്ട് മറ്റൊരു മാർഗവുമില്ല. കാരണം വാർത്താമാധ്യമ സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാത്തായ മരുഭൂമിയിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ സന്തത സഹചാരിയായ റേഡിയോ അവർ കയ്യിലെടുത്തു. പിന്നെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഒരു പട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഓട്ടോ എന്നാണ്. ആ പട്ടിയും ഇവരുടെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഒരുങ്ങി. അങ്ങനെ ഇവർ പിറ്റേ ദിവസം കാലത്ത് തന്നെ മരുഭൂമിയിലേക്ക് ആരും അറിയാതെ ഇവർ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവർ യാത്ര ചെയ്തു. വളരെ നേരം അവർ ട്രക്ക് ഓടിച്ച് ആ മരുഭൂമിയിലേക്ക് അവർ പ്രവേശിച്ചു. മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണുന്ന ചെറിയ ഒരു മരുഭൂമിയൊന്നുമല്ല അത്. കാരണം മനസ്സിലുള്ളതായ ഒരു മരുഭൂമിയല്ല അത്. കാരണം ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള മൺകൂനകളുള്ള, ചുമന്ന മൺകൂനകളുള്ള മരുഭൂമിയാണ് ഈ നമീബിയയിലെ മരുഭൂമികൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അറ്റ്ലാന്റിക് സമുദ്രവും മരുഭൂമിയും ഒന്നിക്കുന്നതായ ഒരു പ്രദേശമാണ് അവിടം. ആ പ്രദേശത്തിനെ സ്കെൽട്ടൺ ഡിസേർട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളതായ ആ മരുഭൂമിയിലേക്കാണ് ഇവർ യാത്ര ചെയ്തത്. ആ മരുഭൂമിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഒരു ദിവസമോ ഒരു മാസമോ നമുക്കവിടെ താമസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഈ 2 ചെറുപ്പക്കാർ എത്ര ദിവസം അവിടെ തങ്ങണമെന്ന് അവർക്കറിയില്ല. അത്ര വലിയൊരു ദൗത്യവുമായിട്ടാണ് അവർ ആ മരുഭൂമിയിലേക്ക് കയറിയത്. അങ്ങനെ അവർ ആ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ നിന്നും ആ നമീബിയയുടെ മരുഭൂമിയിലേക്കുള്ള യാത്രയിൽ ആ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ നിന്നും അകലുന്ന ആ സമയം അവർക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇനിയും തങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. സഖ്യകക്ഷികളെ പേടിക്കേണ്ട ആവശ്യമില്ല. ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും ആവശ്യമില്ല. ഇനിയും തങ്ങൾ സുരക്ഷിതരാണ്. തങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവർ ആ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ട്രക്ക് പതുക്കെ ആ മരുഭൂമിയിൽ കൂടെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം ഓടി, കുറേ മണിക്കൂറുകൾ ഓടി അവർ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഒരു സ്ഥലത്ത് അവരുടെ ട്രക്ക് അവിടെ നിർത്തിയതിന് ശേഷം അവർ 2 പേരും ആ ട്രക്കിൽ നിന്നും ഇറങ്ങി. കൂട്ടത്തിൽ അവരുടെ പ്രിയപ്പെട്ടവനായ ഓട്ടോ എന്ന് പറയുന്നതായ പട്ടിയും ഉണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹെന്നോ മാർട്ടിൻ ചുറ്റും നോക്കി. അദ്ദേഹം എന്നിട്ട് ഹെർമനോട് പറഞ്ഞു, ഇനി നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നീണ്ടു നിവർന്ന് കിടക്കുന്നതായ വലിയ ഒരു മരുഭൂമിയാണ്, മണൽക്കാടുകളാണ് ചുറ്റുമുള്ളത്. നമുക്ക് സുരക്ഷിതരായിട്ട് ഇവിടെ താമസിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഹെർമൻ്റെ മുഖത്ത് ഒരു സന്തോഷമില്ലായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, കാരണം തങ്ങൾ ഒരു ജനക്കൂട്ടത്തിൽ നിന്നും ഇനിയും കുറേ നാളുകൾ ഒരു ഏകാന്തവാസത്തിന് വേണ്ടിയാണ് തങ്ങൾ വന്നത്. എത്ര നാൾ തങ്ങൾക്ക് ഇവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുമെന്ന് അറിയില്ല. ഇനിയും ഇവിടുന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി പോകുവാനായിട്ട് കഴിയുമോ എന്ന് പോലും ഉറപ്പില്ല. പക്ഷേ തങ്ങൾക്ക് സാഹചര്യങ്ങളാണല്ലോ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പോൾ എർണോ പറയുകയാണ്, എന്താണ് താങ്കൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയും നമ്മുടെ ലോകമാണത്. നമുക്കിനി ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ തപ്പി ഇനി ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. ഏതായാലും ആ സാഹചര്യത്തോട് അവർ 2 പേരും പെട്ടെന്ന് ഇണങ്ങിച്ചേർന്നു. ഇനിയും തങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ഷെൽട്ടറാണ്. അതായത് പെട്ടെന്ന് ആർക്കും കണ്ടെത്തുവാനായിട്ട് കഴിയാത്ത ഒരു ഷെൽട്ടർ.
ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഷെൽട്ടർ എന്ന് പറയുമ്പോൾ മരുഭൂമിയെ സംബന്ധിച്ച് അങ്ങോട്ട് ആരും വരാനൊന്നും പോകുന്നില്ല. പക്ഷേ ഹെലികോപ്റ്ററിൽ പട്ടാളക്കാർ അതുവഴി പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ പോകുമ്പോൾ തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ തങ്ങളെ ക്യാച്ച് ചെയ്യും. അതുകൊണ്ട് ആ ഹെലികോപ്റ്ററിൻ്റെ വെട്ടത്തു നിന്നും മാറി ഒരു നിഗൂഢമായ ഒരു സ്ഥലം വേണം. അങ്ങനെ അവർ രണ്ടുപേരും മുന്നോട്ട് കുറച്ച് നടന്നു. ഓട്ടോ എന്ന് പറയുന്നതായ അവരുടെ പട്ടി മുന്നിൽ ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു വലിയൊരു പാറക്കൂട്ടം അവർ കണ്ടു. അവർ രണ്ടുപേരും ആ പാറക്കൂട്ടത്തിൻ്റെ അടുക്കിലേക്ക് പതുക്കെ പതുക്കെ നടന്നു കയറി. അങ്ങനെ നടന്നു കയറിയപ്പോൾ ആ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക ഒരു പാറ അവർ ശ്രദ്ധിച്ചു. അവർ ശ്രദ്ധിക്കാൻ കാര്യം, ഈ പാറ മുന്നോട്ട് കുറച്ചിങ്ങനെ തള്ളി നിൽക്കുകയാണ്. ആ പാറയുടെ അടിയിൽ അത്യാവശ്യം നല്ല വിസ്തീർണമുണ്ട്. അപ്പോൾ ആ പാറയ്ക്കടിയിൽ കിടന്നാൽ പുറത്തു നിന്നൊരാൾക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ പാറയുടെ അടിയിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ആ പാറയുടെ ഉള്ളിലേക്ക് കയറി. കാരണം മരുഭൂമിയിലെ പാറയാണ്. മരുഭൂമിയിൽ അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും മൃഗത്തിൻ്റെതായ വൈൽഡ് ആനിമൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവർ ചുറ്റും നോക്കി. അങ്ങനെ പെട്ടെന്ന് ഒരു ആനിമലിന് എത്തപ്പെടാൻ പറ്റാത്തത്ര ഉയരത്തിലാണ് ഈ പാറ. എന്തായാലും അവർ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി, അവിടെയൊക്കെ ചുറ്റും നോക്കി. കുഴപ്പമില്ല, അത്യാവശ്യം തണുപ്പൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഹെർമൻ പറഞ്ഞു, കൊള്ളാം, ഇത് നല്ലൊരു സ്ഥലം തന്നെയാണ്, നമുക്കിവിടെ സ്റ്റേ ചെയ്താലോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഹെർണോ പറഞ്ഞു, താങ്കൾക്ക് താല്പര്യമാണെങ്കിൽ, താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കിവിടെ തന്നെ സ്റ്റേ ചെയ്യാം, ഇനി മറ്റൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവർ അവിടെ തങ്ങൾക്ക് തങ്ങാനായിട്ട് ഒരിടം കണ്ടെത്തി അവിടെ അവർ സ്റ്റേ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം അവർ കൊണ്ടുവന്ന ട്രക്കിൻ്റെ അടുക്കിലേക്ക് അവർ മടങ്ങിച്ചെന്നു. അവർ ട്രക്കിൻ്റെ അവിടെ മടങ്ങിച്ചെന്നിട്ട് ആ ട്രക്കിൽ നിന്നും അവർ സാധനങ്ങൾ ഓരോന്നായി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ട്രക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ട്രക്കാണ്. ആ ട്രക്കിൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം അവർ ലോഡ് ചെയ്തിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബാഗ് ഉൾപ്പെടെ അവർ ലോഡ് ചെയ്തിട്ടുണ്ട്. അവർ ആ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇവർ കണ്ടുവച്ച ആ ഗുഹയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. എന്നാൽ കുറച്ച് ലോഡ് ചെയ്തപ്പോൾ തന്നെ അവർ മടുത്തു. കാരണം മരുഭൂമിയിലെ ചൂടറിയാമല്ലോ, അത്ര വലിയ ചൂടാണ്. അത് കാരണം അവർ കുറച്ച് ലോഡ് ചെയ്തതിന് ശേഷം ഇനിയും പിറ്റേ ദിവസം ബാക്കി ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അന്നത്തെ ആ ലോഡിങ് പരിപാടി നിർത്തി. കാരണം തങ്ങളെ നോക്കാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പതുക്കെ സാവധാനം സമയം കിട്ടുന്നതനുസരിച്ച് ലോഡ് ചെയ്താൽ മതിയെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തു. അങ്ങനെ അവർ ഗുഹയിൽ കൊണ്ടുവച്ചു. അതിനുശേഷം അവർ അവരുടെ ഒരു ടാസ്ക് തുടങ്ങുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, വെള്ളം ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. കാരണം മരുഭൂമിയാണെന്ന് ആ മരുഭൂമിയിൽ കൂടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. ആ അരുവിയുടെ പേര് ക്വിസബ് റിവർ എന്നാണ്. ആ നദിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ അരുവിയെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന വലിയൊരു അരുവിയൊന്നുമല്ലത്. കാരണം ചില സീസണുകളിൽ മാത്രം വെള്ളം നിറയുന്ന അല്ലെങ്കിൽ വെള്ളം വരുന്ന ഒരു അരുവിയാണത്. അല്ലാത്ത സമയങ്ങളിൽ വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ കെട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, കുളങ്ങൾ പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, നനവുണ്ടാവും, പക്ഷേ നദിയിൽ വെള്ളം ഉണ്ടാവില്ല. എന്നാൽ ചില സീസണുകളിൽ വെള്ളം അത്യാവശ്യം ആ നദിയിൽ മൂടിപ്പോകുന്ന ഒരവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ നദി അവർ ചെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. കാര്യം അവിടെ ഈ നദി ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, നദിയുടെ ചുറ്റും എപ്പോഴും ഒരു പച്ചപ്പിൻ്റെതായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ ചെടികളും മറ്റുമൊക്കെ അവിടെ വളർന്നു നിൽപ്പുണ്ട്. അപ്പോൾ അവർ ആ നദി കണ്ട് നോക്കിയപ്പോൾ, ആ നദിയിലേക്ക് അവർ ഇറങ്ങിയപ്പോൾ അവിടെ
ആ സമയത്ത് ഇവർ വന്ന സമയത്ത് അത്യാവശ്യം വെള്ളമുള്ളതായ ഒരു സമയമായിരുന്നു. ആ നദിയിൽ ചില മീനുകളൊക്കെ ഓടി നടക്കുന്നത് അവർ കണ്ടു. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഹെർമന് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇനി മീനെ പിടിച്ച് ഇവർക്ക് ഭക്ഷിക്കുവാനായിട്ട് കഴിയുമല്ലോ. ആ നദിയിലെ ഫിഷ് എന്ന് പറയുന്നത് ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നതായ ഒരു തരം ഫിഷാണ് അതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. കാരണം അത് അത്യാവശ്യം അതിന് വെള്ളമില്ലെങ്കിലും ആ വെള്ളത്തിൻ്റെ നനവുള്ള ഭാഗത്ത് ജീവിക്കുവാനായിട്ട് പറ്റുന്നതായ ഒരു പ്രത്യേകതരം ഫിഷാണത്. അപ്പോൾ ഈ ഫിഷിനെ കണ്ടപ്പോൾ, ഈ മീനെ കണ്ടപ്പോൾ ഹെർമൻ വളരെ സന്തോഷമായി. അവൻ ചാടി ഈ അരുവിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഫിഷിനെ അവൻ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു. അത് അത്യാവശ്യം വലിപ്പമുള്ളതായ ഒരു ഫിഷായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് ഏതായാലും നമ്മളിവിടെ ഇന്ന് വന്ന ദിവസമല്ലേ, നമുക്ക് ഇന്ന് മീൻ ആയിക്കോട്ടെ നമ്മുടെ ആദ്യത്തെ ആഹാരം. അങ്ങനെ അവൻ ആ ഫിഷിനെ പിടിച്ചുകൊണ്ട് അവർ മൂവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓട്ടോ എന്ന് പറയുന്നതായ അവരുടെ പട്ടിയുമുണ്ട്. അവർ മൂവരും വീണ്ടും ആ ഗുഹയിലേക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവർ മടങ്ങി വന്നു. അവർ ആ മീനെ അന്ന് ആഹാരമാക്കി. അവർക്ക് വലിയ സന്തോഷം തോന്നി. ഓട്ടോയ്ക്കും വളരെയധികം സന്തോഷം തോന്നി. കാരണം അവർ ചിന്തിച്ചത് ഇങ്ങനെയാണ്, തങ്ങളുടെ കയ്യിലുള്ള ആഹാരം എന്ന് പറയുന്നത് കുറേ മാസങ്ങൾക്ക് ശേഷം ഏകദേശം അത് തീരുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തങ്ങൾക്ക് പിന്നെ ആശ്രയമുള്ളതെന്ന് പറഞ്ഞാൽ ഈ അരുവിയിലെ മത്സ്യവും പിന്നെ ചുറ്റുവട്ടത്തുള്ളതായ മൃഗങ്ങളുമാണ്. അതിനെ വേട്ടയാടേണ്ട അനുഭവം ഉണ്ടാവും. ഏതായാലും ഒരു സാഹസിക ജീവിതം തന്നെയാണ് അവർ ആരംഭിക്കുന്നത്. അങ്ങനെ അവർ അന്ന് രാത്രി അവിടെ ചെലവഴിക്കുമ്പോൾ അവർക്ക് വലിയൊരു ഭയമുണ്ട്. കാര്യം മേളിൽ കൂടെ വല്ല ഹെലികോപ്റ്ററോ വല്ലതും പോകുന്നുണ്ടോ, തങ്ങളെ അന്വേഷിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത അവർക്കുണ്ട്. പക്ഷേ ആ ചിന്ത അധിക സമയം അവരുടെ ഉള്ളിൽ വലിയൊരു പ്രയാസമായിട്ട് നിന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഈ പാറയുടെ ഇടുക്കിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ ട്രക്കാണ്. ആ ട്രക്ക് കണ്ടു കഴിയുമ്പോൾ ഇവിടെ ആൾപ്പാർപ്പുണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ നമുക്ക് ചെന്നിട്ട് ആ ട്രക്ക് മാറ്റണമെന്ന് ഹെർമൻ പറഞ്ഞു. ഒരു പറ്റിയ സ്ഥലത്തേക്ക് ഒളിച്ചു വെക്കണം, അല്ലെങ്കിൽ ഒളിച്ചിടണം എന്ന് ഹെർമൻ പറഞ്ഞു. അങ്ങനെ അവർ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ ആ ട്രക്ക് എടുത്ത് മാറ്റുവാൻ അവർ തീരുമാനിച്ചിട്ട് അവർ അന്ന് രാത്രി സുഖമായിട്ട് ആ പാറയ്ക്കുള്ളിൽ കിടന്ന് അവർ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ഉണർന്നു. അതിനുശേഷം അവർ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ട്രക്കിൽ നിന്നും മറ്റുള്ള സാധനങ്ങൾ, ബാലൻസ് ഉണ്ടായ സാധനങ്ങളെല്ലാം അവർ വീണ്ടും ചുമന്ന് അവർ തങ്ങളുടെ ആ വാസസ്ഥലത്തേക്ക് അവർ കൊണ്ടെത്തിച്ചു. അതിനുശേഷം അവർ ചുറ്റും നോക്കി. ഈ ട്രക്കൊന്ന് മാറ്റിയിടണം, അല്ലെങ്കിൽ ട്രക്കൊന്ന് മറച്ചിടണം. അതിന് പറ്റിയ മറവുള്ള ഒരു സ്ഥലം ഏതാണ്? അങ്ങനെ അവർ ചുറ്റും നോക്കിയപ്പോൾ മറ്റൊരു പാറ, ഇതേപോലെ തന്നെ മറ്റൊരു പാറ ഇങ്ങനെ മുമ്പോട്ട് തള്ളി നിൽക്കുന്ന ഒരു പാറ അവർ കണ്ടു. അവർ ആ പാറയുടെ അടുക്കയിലേക്ക് വേഗം ചെന്ന് അവർ നോക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നി. കാര്യം അവരുടെ ട്രക്ക് കയറ്റിയിടാൻ പറ്റിയ വിസ്താരമുള്ള അല്ലെങ്കിൽ വിസ്തീർണമുള്ള ഒരു പാറയായിരുന്നു അത്. അവർ പെട്ടെന്ന് തന്നെ ട്രക്ക് ഓടിച്ച് ആ പാറയുടെ അടിയിലേക്ക് അവർ കയറ്റിയിട്ടു. ഇപ്പോൾ എല്ലാം സേഫായി. തങ്ങളെയും ആരും കാണില്ല, തങ്ങൾ കൊണ്ടുവന്ന ഈ വാഹനവും ആരും പിടിക്കില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനായിട്ട് ആർക്കും അറിയുകയുമില്ല. അങ്ങനെ അവർ അന്ന് വീണ്ടും അവർ ആ നദിയിലേക്ക് പോയി. ആ നദിയിലേക്ക് പോയപ്പോൾ ഹെർമന് വളരെയധികം അതിശയമുണ്ടായി. അവൻ പെട്ടെന്ന് തൻ്റെ കൂട്ടുകാരനായ ഹെന്നോയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഹെർണോ, നീ ഇത് ശ്രദ്ധിച്ചോ? എന്താണ്? ഒരു വലിയ മൃഗം ഈ നദിയിൽ ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. അതിൻ്റെ കാലടികൾ കണ്ടോ നീ? ഈ കാലടികൾ നടന്ന് അപ്രത്യക്ഷമായത് നീ കണ്ടോ?
അപ്പോൾ മറ്റവന് നോക്കിയപ്പോൾ ശരിയാണ്, ഒരു മൃഗം വന്നിട്ടുണ്ട്. അതൊരു ചെറിയ മൃഗമല്ല. കാരണം അതിൻ്റെ കാലടികൾ കാണുമ്പോൾ, അത് മണ്ണിൽ ചവിട്ടിയിരിക്കുന്ന അതിൻ്റെ കാൽപാദം കണ്ടപ്പോൾ അത് അത്യാവശ്യം വലിയ ഒരു മൃഗമാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ ഈ ഹെർണോ തൻ്റെ കൂട്ടുകാരനായ ഹെർമനോട് പറഞ്ഞു, നമുക്കിതിൻ്റെ പുറകെ പോകാം. അപ്പോൾ ഹെർണോ പറഞ്ഞു, അപ്പോൾ നമുക്ക് തോക്കെടുക്കണ്ടേ? പറഞ്ഞു, എടുക്കണം. അങ്ങനെ രണ്ടുപേരും പിസ്റ്റളും ആ ഷോട്ട് ഗണ്ണുമായിട്ട് ഇതിൻ്റെ പുറകെ പോവുകയാണ്. എന്നാൽ നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വലിയ മൃഗത്തെ വെടിവെക്കുവാനായിട്ട് ഇവർ കയ്യിലിരിക്കുന്ന ഈ പിസ്റ്റൾ കൊണ്ടോ ഒരു ഷോട്ട് ഗണ്ണ് കൊണ്ടോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് വലിയ ചെറിയ പക്ഷികളെയൊക്കെ വെടിവെച്ചിടാമെന്നല്ലാതെ മറ്റൊന്നും കൊണ്ട് സാധിക്കില്ല. പക്ഷെ ഇവരുടെ വേറൊന്നുമില്ല. ഉണ്ടായിരുന്ന തോക്ക് ഇവർ സബ്മിറ്റ് ചെയ്തല്ലോ. ഉള്ള തോക്കും ഒക്കെ ആയിട്ട് ഇവർ ഈ മൃഗത്തിൻ്റെ കാൽപ്പാട് തേടി മുന്നോട്ട് പോയി. കൂട്ടത്തിൽ ഇവരുടെ പ്രിയപ്പെട്ടവനായ ഓട്ടോയുമുണ്ട്. അവന് വളരെയധികം സന്തോഷമുണ്ടായി. ഓട്ടോയ്ക്ക് അവനും ഇവരോടെ കൂടി വളരെയധികം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഇവർ നോക്കുമ്പോൾ കുറച്ചകലെ ഒരു ചെറിയ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഈ മൃഗം നിൽക്കുകയാണ്. ഈ മൃഗം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കാട്ടുപോത്ത് പോലൊക്കെ ഇരിക്കുന്നതായ ഒരു മൃഗമാണ്. അതിൻ്റെ പേര് ഓറിക്സ് എന്നാണ്. ഓറിക്സ് വിഭാഗം എന്നാണ് ആ നാട്ടിൽ അതിനെ അറിയപ്പെടുന്നത്. അത് കാട്ടുപോത്താണോ എന്ന് ചോദിച്ചാൽ കാട്ടുപോത്തല്ല, എന്നാൽ അതേപോലെയുള്ള വലിയ ശക്തനായ ഒരു മൃഗമാണിത്. ഈ മൃഗത്തെ കണ്ടപ്പോൾ ഹെർമന് വലിയ സന്തോഷം തോന്നി. അവൻ ഹെർണയോട് പറഞ്ഞു, എടാ, ഇതിനെ നമ്മൾ വെടിവെച്ചിടുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് ആഹാരത്തിന് മറ്റൊന്നും തിരക്കി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹെർണോ പറഞ്ഞു, പക്ഷെ എങ്ങനെ നമ്മൾ വെടിവെച്ചിടും? നമ്മുടെ ഉള്ള ഈ ചെറിയ തോക്കുകളല്ലേ. ഇനി അതൊന്നും ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല, ഇനി ഒരു അവസരം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹെർമൻ തൻ്റെ കയ്യിലിരുന്ന ആ പിസ്റ്റൾ വെച്ച് അതിനെ ചറമുറം വെടിവെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ വെടിവെച്ചപ്പോൾ പെട്ടെന്ന് ഈ പോത്ത് ഓടി ഇവൻ്റെ നേരെ വന്നു. അപ്പോൾ ഹെർണോ നേരെ ഓപ്പോസിറ്റ് ഓടി ചെന്നിട്ട് പുറകിൽ നിന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അറ്റാക്ക് ചെയ്ത് രണ്ടുപേരും അവിടെയും ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്തു. പക്ഷേ ഇതിന് ചെറിയ ചെറിയ ദേഹത്ത് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടെന്നല്ലാതെ ഇതിന് ശക്തമായ ഒരു മുറിവൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിൻ്റെ ആക്രമണ രീതി കണ്ടപ്പോൾ ഓട്ടോയും പേടിച്ചു, ഇവർ രണ്ടുപേരും പേടിച്ചു. ഇവർ തിരിച്ച് മടങ്ങി ആ ഗുഹയിലേക്ക് വന്നു. ഗുഹയിലേക്ക് വന്നിട്ട് ഹെർണോ പറഞ്ഞു, ഏതായാലും ഇനി അത് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ചാൻസ് ഇല്ല. അതുകൊണ്ട് വീണ്ടും നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകണം. കുറേ സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് തിരിച്ചങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞതിന് ശേഷം അവർ വലിയൊരു കയറെടുത്ത് ഒരു കുന്തം ഒക്കെ അവർ കയ്യിൽ കരുതിയിരുന്നു. ഈ കുന്തവും ഈ കയറും ഒക്കെ ആയിട്ട് അവർ വീണ്ടും ഈ കാട്ടുപോത്തിനെ തേടി അവർ ആ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇവർ ആദ്യം നിന്നിരുന്ന സ്ഥലത്ത് ആ പോത്ത് അവിടെ നിന്നിരുന്നില്ല. അത് ഇവരുടെ ഈ പിസ്റ്റലിൽ നിന്നും അല്ലെങ്കിൽ ഷോട്ട് ഗണ്ണിൽ നിന്നുമൊക്കെ ഉണ്ടായ ഈ വെടി അതിൻ്റെ ശരീരത്ത് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി. അതിനുശേഷം അത് കുറച്ച് ദൂരം അവിടുന്ന് മാറി ഓടിപ്പോയിരുന്നു. എന്നാൽ അധിക ദൂരം അതിന് പോകുവാനായിട്ട് സാധിച്ചില്ല. കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ കാലുകൾക്ക് എന്തോ സംഭവിച്ചു. ഇവർ വീട്ടിൽ ചെന്നു. അപ്പോൾ ഹെർണോ പറഞ്ഞു, എടാ, ഇനി നമ്മൾ ഈ വെടിയുണ്ട സൂക്ഷിക്കണം. കാരണം നമ്മുടെ കയ്യിൽ അധികം വെടിയുണ്ടകളൊന്നുമില്ല. നമുക്ക് 1-2 ദിവസം ഇവിടെ നിന്നാൽ പോരാ. നമുക്ക് എത്ര ദിവസം നിൽക്കണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് വെറുതെ വെടിയുണ്ട വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. വേറെ എന്തെങ്കിലും ഓപ്ഷൻ നമുക്ക് നോക്കാം. അങ്ങനെ ഇവരുടെ ഈ കയർ കൊണ്ട് ഇവർ ഈ മൃഗത്തിൻ്റെ ഈ കൊമ്പിലേക്ക് എറിഞ്ഞ് കുടുക്കിട്ട പോലെ പിടിച്ചു. എന്നിട്ട് അവിടെ ഉള്ള ഒരു വൃക്ഷത്തിൻ്റെ വേരിലേക്ക് ഈ കയർ കെട്ടി. അപ്പോൾ ഈ മൃഗത്തിന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്നുള്ള ഒരവസ്ഥയായി. അതിനുശേഷം ഇവർ ഈ പിസ്റ്റലിൽ നിന്നും ഈ ഷോട്ട് ഗണ്ണിൽ നിന്നും വീണ്ടും ചെറിയ രീതിയിൽ വെടികൾ ഉതിർത്തു കഴിഞ്ഞിട്ട്
ഈ മൃഗം അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ ഈ കുന്തം കൊണ്ട് ഓടിച്ചെന്ന് ഇതിൻ്റെ കഴുത്തിലേക്ക് ആഞ്ഞു കുത്തി. അങ്ങനെ ആഞ്ഞു കുത്തിയപ്പോൾ ആ കഴുത്തിൽ നിന്നും ചോര പുറത്തേക്ക് ചീറ്റി. സത്യത്തിൽ അത് വലിയൊരു ക്രൂരതയാണ്. ഒരു മൃഗത്തെ അങ്ങനെയൊന്നും കൊല്ലുവാനായിട്ട് കഴിയില്ല. പൈശാചികമായിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു തോക്കിൽ നിന്നും, നല്ലൊരു തോക്കിൽ നിന്നും വെടിവെച്ച് ഒറ്റ വെടിക്കോ രണ്ട് വെടിക്കോ അതിനെ വീഴ്ത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇത്ര വലിയൊരു മൃഗത്തിനെ ഇവരുടെ കയ്യിലുള്ള ഈ ചെറിയ തോക്കുകൾ കൊണ്ടൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. ഇവർക്ക് ഈ ആഹാരത്തിന് വേണ്ടി ഇതിൻ്റെ മാംസം വേണം താനും. എന്തായാലും അവർ കുത്തിയും വെട്ടിയും പതുക്കെ ഇതിനെ അവിടുന്ന് താഴെയിട്ട് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ചത്തു. അവർക്ക് വലിയ സന്തോഷമായി. അവർ അതിൻ്റെ വെട്ടി അതിൻ്റെ തോലൊക്കെ മാറ്റി അതിനുശേഷം അവർ ഇറച്ചിയൊക്കെ റെഡിയാക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഇറച്ചി എങ്ങനെ ഉണക്കി സൂക്ഷിക്കണമെന്നൊന്നും വലിയ ധാരണയില്ല. കാരണം ഇവരുടെ ഫീൽഡ് ശാസ്ത്രജ്ഞന്മാരായ, അല്ലെങ്കിൽ ഇവർ അതിൽ ഗവേഷണം നടത്തുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ ഇവർക്ക് വായിച്ച് ചില അറിവുകളൊക്കെ ഉണ്ട്. ഈ അറിവുകൾ വെച്ചിട്ട് ഇവർ ഇതിനെ കഷണമാക്കി കുറച്ചൊക്കെ അവർ അവിടുന്ന് എടുത്ത് ഉപ്പൊക്കെ തേച്ച് ഉണക്കി കുറേയേറെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു. കാരണം അത്ര വലിയ ഒരു മൃഗമായിരുന്നു അത്. അങ്ങനെ കുറേ ദിവസത്തിന് അവർക്ക് വലിയൊരു ഭക്ഷണത്തിനൊരു ദാരിദ്ര്യമുണ്ടായില്ല ഈ ഇറച്ചി. പക്ഷെ കുറേ ദിവസം ഈ ഇറച്ചി ഇങ്ങനെ തിന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്തൊരു മടുപ്പുണ്ടായി. ഇനി എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും കഴിക്കണം. ഇറച്ചി മാത്രം കഴിച്ചുകൊണ്ട് എത്ര ദിവസം നിൽക്കുവാനായിട്ട് സാധിക്കും? കാരണം ഇവരുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്നായ ആഹാരങ്ങൾ ഏകദേശമൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവരിപ്പം ജീവിക്കുന്ന രീതിയിൽ ആ ആഹാരം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6 മാസത്തേനൊക്കെ ഉള്ള ആഹാരമേ അവരുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് അവർ അത് റേഷനാക്കി. അതായത് കുറച്ച് റേഷൻ അത്യാവശ്യം മാത്രം കഴിക്കുന്ന രീതിയിൽ ബാക്കി ഈ ഇറച്ചിയുമൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് പട്ടിക്കും, അതായത് ഓട്ടോ എന്ന് പറയുന്ന അവർ പട്ടിക്കും അതേപോലെ തന്നെ റേഷൻ രീതിയിലാണ് ആഹാരം കൊടുത്തത്. അങ്ങനെയാണല്ലോ മനുഷ്യൻ അവരുടെ സാഹചര്യം അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ട ഉണ്ടാകും. ഇവരും അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട് ആരംഭിച്ചു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ഈ മീൻപിടുത്തം തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ വീണ്ടും അവർ മീൻ പിടിക്കുവാനായിട്ട് പോയി. അങ്ങനെ മീൻപിടുത്തവും ഈ ഇറച്ചിയും ഇവരുടെ കയ്യിലുള്ളായ ഭക്ഷണവും ഒക്കെയായിട്ട് അവർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഒരു ദിവസം ഈ ഹെർമൻ ഈ മീൻ പിടിക്കാനായിട്ട് പോയ സമയത്ത് അവിടെ മറ്റൊരു മൃഗത്തിൻ്റെ ഒരു കാൽപ്പാട് കണ്ടു. ആ കാൽപ്പാട് അവർ ശ്രദ്ധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ആഹാരമാണ് ഈ ഇതിനകത്ത് കിടക്കുന്ന ഈ അരുവിയിൽ ഉള്ള മത്സ്യങ്ങൾ. ഈ മത്സ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരുന്നു. എന്നാൽ തങ്ങൾ പിടിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. പക്ഷെ അല്ലാതെ മറ്റൊരാരോ കൂടി ഈ മത്സ്യത്തെ ആഹാരമാക്കുന്നുണ്ട്. അതാരാന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഇവർ നോക്കിയപ്പോൾ ഈ നദിയിൽ നിന്നും ഒരു മൃഗം കയറിപ്പോയതിൻ്റെ കാൽപ്പാട് കണ്ടു. അപ്പോൾ ഹെർമൻ പറഞ്ഞു, എന്തായാലും ഇതാരാണിത് കളവ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഈ മത്സ്യത്തെ, നമ്മുടെ ആഹാരത്തെ കവർന്നുകൊണ്ട് പോകുന്നത് ആരാണെന്ന് എനിക്കറിയണം. അത് ഞാൻ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അന്നവിടെ സ്റ്റേ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ഈ അരുവിയുടെ കരയിൽ സ്റ്റേ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഹെർണ പറഞ്ഞു, എടാ നീ എന്ത് വിഡ്ഢിത്തരമാണ് കാണിക്കുന്നത്? അതെങ്ങനെ അവിടെ സ്റ്റേ ചെയ്താൽ എങ്ങനെ അതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അതുമല്ല, അത് നിന്നെക്കൊണ്ട് സാധിക്കുകയുമില്ല എന്ന് പറഞ്ഞു.
എന്തായാലും ഇവൻ ആ ഷോട്ട് ഗണ്ണുമായിട്ട് അവിടെ പോയി കാവലായിട്ട് അവൻ ഇരിക്കുകയാണ്. അങ്ങനെ കാവലായിട്ട് അവൻ ഇരുന്നു. രാത്രിയായി കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു വിവരവുമില്ല. അവസാനം ഏകദേശം ഒരു വെളുപ്പാൻ സമയമായപ്പോൾ ഏതോ ഒരു മൃഗം വരുന്ന ഒച്ച അവൻ കേട്ടു. നോക്കിയപ്പോൾ അത് ഒരു കഴുതപ്പുലിയാണ്. അതാണ് ഇവരുടെ ഈ മീനെ പിടിക്കുവാൻ വേണ്ടി എന്നും വന്നുകൊണ്ടിരുന്നത്. ഇവൻ ഒട്ടും അമാന്തിച്ചില്ല. ആ കഴുതപ്പുലിയെ നോക്കി ഇവൻ വെടിവെച്ചു. പക്ഷെ രാത്രി ആയതുകൊണ്ട് എവിടെയാണ് കൊണ്ടതെന്നൊന്നും അവനറിയില്ല. ഈ കഴുതപ്പുലി നിലവിളിച്ചുകൊണ്ട് അവിടുന്ന് ഓടുന്ന ഒരു ഒച്ച ആണ് ഇവൻ ശ്രദ്ധിക്കുന്നത്. പക്ഷേ രാത്രി ആയതോ ഇവൻ ഇതിൻ്റെ പുറകെ പോയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവൻ എഴുന്നേറ്റ് ഈ കഴുതപ്പുലി പോയ ആ കാൽപ്പാടുകൾ നോക്കി ഇവൻ പോയി. അവന് മനസ്സിലായി 3 കാൽപ്പാടേ ഉള്ളൂ, ഒന്നില്ല. അപ്പോൾ ഒരു കാലിന് എന്തോ കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി. അവൻ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അകലെ ഒരു സ്ഥലത്ത് ഈ കഴുതപ്പുലി കിടക്കുന്നത് കണ്ടു. ഇവൻ ഓടിച്ചെന്ന് അതിനെ വീണ്ടും തുരുതുര വെടിവെച്ചു. അങ്ങനെ അതവിടെ ചത്തു. എന്നിട്ട് തൻ്റെ കൂട്ടുകാരനെ കാണിക്കാൻ വേണ്ടി ഈ കഴുതപ്പുലിയുടെ തോല് ഇവൻ ഉരിഞ്ഞെടുത്തിട്ട് അതുകൊണ്ടാണ് ഇവന് ആ താമസ സ്ഥലത്തേക്ക് കടന്നു വന്നത്. അല്ലെങ്കിൽ അവനത് വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും വന്ന പാടെ പറഞ്ഞ് ഞാനതിനെ കൊന്നു, അതൊരു കഴുതപ്പുലിയായിരുന്നു, അതിൻ്റെ തോലാണ് ഇത് എന്നും പറഞ്ഞ് അവൻ ഹെർണോയെ ഇത് കാണിച്ചു. അങ്ങനെ അവരുടെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് ഒരു സംഭവം അവിടെ ഉണ്ടായി. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര ഒരു മഴ അവിടെ പെയ്തു. നമുക്കറിയാം, മരുഭൂമിയിൽ മഴ പെയ്യുക എന്ന് പറയുന്നത് അപൂർവമായ ഒരു കാര്യമാണ്. എന്തായാലും ഇവരുടെ ഒരു നല്ല കാലത്തിന് ഒരു വലിയൊരു മഴ അവിടെ ഉണ്ടായി. ആ മഴ കൊണ്ട് ഒരു കാര്യം അവിടെ ഉണ്ടായി. ആ നദി നിറഞ്ഞു. നദി നിറഞ്ഞപ്പോൾ അവിടെ എവിടെ നിന്നറിയില്ല മാനുകളുടെ ഒരു പട തന്നെ അവിടെ വന്നു. സ്പ്രിംഗ്ബോഗ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതായ, അവർ അങ്ങനെയാണ് അതിനെ പറയുന്നത്, ആ തരത്തിൽപ്പെട്ടതായ മാനുകളാണ്. അത് കൂട്ടത്തോടെ അവിടെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായി. ഇവർ ഓരോ ദിവസവും ഓരോ മാനിനെ പിടിച്ച് ഇവർ കൊന്ന് ഭക്ഷിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ ആ മാനിൻ്റെ ഇറച്ചിയായിരുന്നു അവരുടെ ആഹാരം. എന്നാൽ ആ സീസൺ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ ആ മാനിൻ്റെ ലഭ്യതയും പതുക്കെ കുറഞ്ഞു വന്നു. പിന്നെ ഇവർ നോക്കിയത് സീബ്രകളെയാണ്. സീബ്രകൾ അവിടെയും ഇവിടെയൊക്കെ വരാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ കുറേ ദിവസം സീബ്രകളെ ആഹാരമാക്കി. അങ്ങനെ സീബ്രകളെയും ആഹാരമാക്കിയതിന് ശേഷം ഒരു ദിവസം ഇവർ രണ്ടുപേരും, ഈ ഹെർണോയും ഹെർമനും കൂടെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടക്കുകയാണ്. എന്തെങ്കിലും മൃഗത്തെ ഇനിയും പിടിക്കുവാനായിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടി കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ ഒരു വേട്ട നടത്തുവാൻ വേണ്ടിയാണ് ഇവർ മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഇവർ ഒരു വലിയൊരു പാറയുടെ ഒരു വിടവ് കണ്ടു. അല്പസമയം അവിടെ വിശ്രമിക്കാമെന്ന് കരുതി അവർ അവിടെ ഇരുന്നു. ആ സമയത്ത് ഈ ഹെർമനെ എന്തോ ഒരു പ്രാണി വന്ന് ആക്രമിച്ചു. അവനത് വലിയ കാര്യമാക്കിയില്ല. അവനത് ആ ആക്രമിച്ച ഭാഗം ഒന്ന് തടവിയൊക്കെ നോക്കി. പക്ഷെ നല്ല ചൊറിച്ചിലും വലിയ ചെറിയ ഒരു വേദനയൊക്കെ അനുഭവപ്പെട്ടു. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ആ ഭാഗം പതുക്കെ വിങ്ങി ഇവൻ വേർക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ച് ഗുഹയിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ആ രാത്രിയിൽ ഇവൻ്റെ അവസ്ഥ വളരെയധികം ഭീകരമായി. അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച പതുക്കെ നഷ്ടപ്പെട്ടു. അവൻ്റെ ശരീരം വളരെയധികം വിങ്ങി വന്നു. അവൻ്റെ ശരീരം മുഴുവൻ നീര് വെച്ചു. എന്ത് പ്രാണിയാണെന്നറിയില്ല. ഒരു പ്രാണി മതിയല്ലോ ഒരു മനുഷ്യനെ വലിയൊരു അപായത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട്.
എന്തായാലും ചെറിയ എന്തൊക്കെയോ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് പിറ്റേ ദിവസമായപ്പോൾ പതുക്കെ പതുക്കെ കാഴ്ചയൊക്കെ അവന് തിരിച്ചു കിട്ടി. ഏതായാലും അവൻ പൂർവ്വസ്ഥിതിയിലേക്ക് അവൻ മടങ്ങി വന്നു. ഇതിനിടയിൽ ഇവർ റേഡിയോയിൽ കൂടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. യുദ്ധത്തെക്കുറിച്ച് ഇവരൊന്നും അറിയുന്നുണ്ട്. യുദ്ധത്തിൻ്റെ തീവ്രത എങ്ങനെയൊക്കെയായി, സഖ്യകക്ഷികളുടെ മുന്നേറ്റം എങ്ങനെ, ഹിറ്റ്ലറിൻ്റെ നാസിപ്പടയുടെ മുന്നേറ്റം എങ്ങനെ, ഇതൊക്കെ ഇവർ അറിയുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി യുദ്ധം ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് തിരിച്ചുപോക്കും അതേപോലെ തന്നെ വൈകുമെന്ന് ഇവർക്ക് മനസ്സിലായി. ഒരു ദിവസം ഈ ഹെർമൻ കോൺ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ അവന് രാവിലെ എഴുന്നേക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവൻ ഹെന്നയോട് പറഞ്ഞു, എടാ എനിക്ക് എഴുന്നേക്കുവാനായിട്ട് പറ്റുന്നില്ല, എൻ്റെ ശരീരം പതുക്കെ പതുക്കെ തളർന്നു പോകുന്നു, നടുവിന് ഭയങ്കര വേദന എടുക്കുന്നു, എനിക്കൊന്നും സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഹെർനോ മാർട്ടിൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ചില ബാമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ നിനക്ക് തിരുമിത്തരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ അവൻ്റെ നടുവൊക്കെ ഒന്ന് തിരുമി നോക്കി. പക്ഷേ ഇവനൊരു ആശ്വാസം കിട്ടുന്നില്ല, ഇവന് എഴുന്നേക്കാനോട്ട് അവിടുന്ന് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഹെർനോ മാർട്ടിൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇന്ന് നീ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, ഞാനും ഓട്ടോയും കൂടെ പോയിട്ട് നമുക്ക് കഴിക്കുവാനുള്ള ആഹാരം ഞങ്ങൾ പോയി വേട്ടയാടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഹെർമൻ കോണിനെ അവിടെ ആക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ വേട്ടയ്ക്കിറങ്ങി. അപ്പോൾ എന്തിനെയോ ചെറിയ മൃഗങ്ങളെയൊക്കെ അവർക്ക് കിട്ടി. പക്ഷേ അവൻ്റെ മനസ്സ് വളരെയധികം ആകുലചിത്തനായി. കാരണം എന്താണ് തൻ്റെ കൂട്ടുകാരന് സംഭവിച്ചതെന്ന് അവനറിയില്ല. അവൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല, നടു തളർന്നു പോയ പോലുള്ള അവസ്ഥയാണ്. എന്തായാലും അവന് വേട്ടയാടിക്കൊണ്ടുവന്ന ഭക്ഷണം ഇവന് കൊടുത്തു. പക്ഷെ അവൻ ആഹാരമൊന്നും കഴിക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. അവൻ വളരെയധികം വേദന കൊണ്ട് നിലവിളിക്കുകയാണ്, കരയുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവൻ ഉറങ്ങുവാനായിട്ട് സാധിച്ചില്ല. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? തൻ്റെ കൂട്ടുകാരൻ മരിക്കാനായിട്ട് പോവുകയാണ്, ഒന്നും അറിയില്ല. എല്ലാം അബദ്ധങ്ങളാണോ തങ്ങൾ ചെയ്തത്? പല ചിന്തകൾ അവനെ വേട്ടയാടി. പക്ഷെ അവൻ അതൊന്നും തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞില്ല. പക്ഷെ എന്തോ ഒരു വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്ന പോലെ അവൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരുന്ന ആ പിറ്റേ ദിവസം അവൻ നോക്കുമ്പോൾ ഇവൻ്റെ കണ്ണൊക്കെ പതുക്കെ പതുക്കെ കുഴിഞ്ഞു കുഴിഞ്ഞു വരികയാണ്. മുഖത്ത് രക്തമയമൊന്നുമില്ല, വിളറി വെളുത്ത ഒരു അനുഭവമുണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ സാഹചര്യം വളരെയധികം മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യബ്ദം കേൾക്കാത്ത മാസങ്ങൾ, ആകെ കേൾക്കുന്നത് കാറ്റിൻ്റെ ഇരമ്പലും രാത്രിയിൽ ഹൈനകളുടെ ചിരിയും മാത്രം. പലപ്പോഴും അവർക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി. പക്ഷെ പ്രകൃതിയിലെ ഓരോ ചെറിയ ചലനങ്ങളും ഒരു വണ്ടിൻ്റെ നടത്തം പോലും അവർ നിരീക്ഷിച്ചു. അത് അവരുടെ മനസ്സിനെ പതുക്കെ പതുക്കെ ശാന്തമാക്കി. എങ്കിലും തൻ്റെ കൂട്ടുകാരൻ്റെ ആരോഗ്യനില ദിവസം ചെല്ലും തോറും വഷളായി വരുന്നത് അവൻ മനസ്സിലാക്കി. കാര്യം അവന് മനസ്സിലായി. ഹെർമൻ കോണിൻ്റെ ആരോഗ്യം വഷളാകാൻ കാര്യം വൈറ്റമിനുകളുടെ കുറവാണ്. അവൻ്റെ പല്ല് പതുക്കെ പതുക്കെ കൊഴിയാൻ തുടങ്ങി, ശരീരത്തിന് ബലക്ഷയം സംഭവിക്കാൻ തുടങ്ങി. ഇനി അവിടെ തുടരുന്നത് മരണത്തിന് തുല്യമാണെന്ന് മനസ്സിലാക്കിയ ഹെന്നോ തൻ്റെ സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു പോക്ക് അവൻ തീരുമാനിച്ചു. മടങ്ങിപ്പോക്ക് അവൻ തീരുമാനിച്ചെങ്കിലും അവൻ്റെ ചിന്ത ഇപ്രകാരമാണ്. ഹെർനോ മാർട്ടിൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ കൂട്ടുകാരനെ ഇനിയിപ്പോൾ ഇവിടെ കിടത്തിയാൽ അവൻ തീർച്ചയായിട്ടും മരിച്ചു പോകും, തനിക്ക് അവനെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ കുറ്റബോധം തൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം തന്നെ വേട്ടയാടും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒളിജീവിതം തൽക്കാലം നിർത്തിയിട്ട് ടൗണിലേക്ക് പോകുവാൻ അവർ തീരുമാനിച്ചു. ആ ദക്ഷിണാഫ്രിക്കയിലെ സിറ്റിയിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇവനെ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഇവൻ വിശ്വസിച്ചു. അങ്ങനെ ഈ ഹെർനോ മാർട്ടിൻ
തൻ്റെ കൂട്ടുകാരനായ ഹെർമൻ കോണിനോട് പറഞ്ഞു, എടാ, നമ്മൾ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അതിനുത്തരം പറയുവാനോ വേണ്ടെന്ന് പറയുവാനോ ഇവിടെ തങ്ങുവാനോ ഒന്നും പറയുവാൻ പറ്റാത്ത ഒരു മാനസിക നില ഹെർമനില്ലായിരുന്നു. കാരണം അവൻ അത്രമാത്രം അവൻ്റെ ആരോഗ്യം ക്ഷയിച്ചുപോയി. അവൻ്റെ പല്ലുകളൊക്കെ നഷ്ടപ്പെടാനായി തുടങ്ങിയിരുന്നു. കണ്ണൊക്കെ കുഴിഞ്ഞു വരുന്നു. മൊത്തം ഒരു മഞ്ഞ കളറിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഹെർണോ മാർട്ടിൻ ഇവനെ തോളിൽ എടുത്തു. ഓട്ടോയുമായി പതുക്കെ ആ ട്രക്കിൻ്റെ അടുക്കിലേക്ക് നടന്നുപോയി. ആ ട്രക്കിലേക്ക് ഈ ഹെർമൻ കോണിനെ ഇവൻ കയറ്റി. അതിനുശേഷം ആ ഹോസ്പിറ്റലിലേക്ക് അവൻ ആ ട്രക്ക് ഓടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ഓടിച്ചു വന്നു. ഹോസ്പിറ്റലിൽ തൻ്റെ കൂട്ടുകാരനെ അവൻ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്ത് പെട്ടെന്ന് തന്നെ അവൻ തിരിച്ച് ആ ട്രക്കും എടുത്തുകൊണ്ട് വീണ്ടും അവൻ തൻ്റെ മരുഭൂമിയിലേക്ക്, തൻ്റെ ഒളിസങ്കേതത്തിലേക്ക് അവൻ മടങ്ങിപ്പോന്നു. കാരണം അവന് മനസ്സിലാവും, എന്തു വന്നാലും ഇവനെ ഇവിടെ കിടത്തുമ്പോൾ തങ്ങളെ തേടി പട്ടാളക്കാർ എത്തുവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ താൻ വീണ്ടും ഒന്നെങ്കിൽ തടവുകാരനായി മാറും, അല്ലെങ്കിൽ തൻ്റെ തല ഛേദിക്കപ്പെടും. ആ ഭയം കാരണം വീണ്ടും അവൻ മടങ്ങി തൻ്റെ ഒളിസങ്കേതത്തിലേക്ക് പോയി. കൂട്ടത്തിൽ ഓട്ടോയുമുണ്ട്. എന്തായാലും ഒളിസങ്കേതത്തിൽ പോയി അധിക ദിവസം കഴിഞ്ഞില്ല. ഈ ഹെർമൻ കോണിനെ തേടി ആശുപത്രിയിൽ പോലീസുകാരെത്തി. അവർ വന്നിട്ട് ഇവനോട് ചോദിച്ചു, നിങ്ങൾ എവിടെയായിരുന്നു, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചു. എന്നാൽ കള്ളം പറയുവാനോ തങ്ങൾ ഒരു കാര്യങ്ങളെ മറച്ചു വെക്കുവാനോ പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു ഈ ഹെർമൻ കോൺ. അവൻ സത്യങ്ങളെല്ലാം അവരോട് വിളിച്ചു പറഞ്ഞു. അധികം താമസിച്ചില്ല, പട്ടാളക്കാർ ഈ മരുഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ഹെർണോ മാർട്ടിനെയും ഓട്ടോയെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും മടങ്ങി ആ ദക്ഷിണാഫ്രിക്കയുടെ ആ സിറ്റിയിലേക്ക് മടങ്ങി വന്നു. പട്ടാളക്കാർക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ഇവരെ പിടിച്ചുകൊണ്ട് വരുമ്പോഴും അവരുടെ അത്ഭുതം മാറിയില്ല. കാരണം ഏകദേശം 700 ദിവസം ഇവർ ആ മരുഭൂമിയിൽ കഴിച്ചുകൂട്ടി. ഏകദേശം 2 വർഷം. അതൊരു നിസ്സാര കാര്യമല്ല. ഒരു അത്ഭുത ജീവികളെ കാണുന്ന പോലെയാണ് അവർ ഇവരെ കണ്ടത്. എന്തായാലും ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ട് പക്ഷേ ജഡ്ജി ഇവരോട് ഇവരുടെ ജീവിത രീതികളും ഇവരെങ്ങനെയാണ് ഈ 2 വർഷക്കാലം ആ മരുഭൂമിയിൽ ഒരു മനുഷ്യൻ എത്തപ്പെടാത്ത ആ ഒരു സ്ഥലത്ത് വെള്ളം പോലും കറക്റ്റായിട്ട് കിട്ടാത്ത, ഭക്ഷണം കിട്ടാത്ത ഒരു പ്രത്യേകമായ ആ ഒരു ഗുഹയിൽ എങ്ങനെ ഇവർ ജീവിച്ചു എന്നുള്ളതായിരുന്നു അവരെ എല്ലാം ജഡ്ജി സഹിതം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. എന്തായാലും ഇവരുടെ ഈ കഥ അല്ലെങ്കിൽ ഇവരുടെ ഈ ഈ ജീവിതത്തോട് ഇവർ മരണത്തോട് മല്ലിട്ട ഇവരുടെ ജീവിതം, അല്ലെങ്കിൽ ഇവർ ജീവിതം തിരിച്ചു പിടിച്ച ആ കഥ ആ കോടതി മുഴുവൻ ഒരു സംസാര വിഷയമായി. അങ്ങനെ ജഡ്ജി ഇവർക്ക് വലിയ കാര്യമായിട്ടുള്ള ശിക്ഷയൊന്നും കൊടുത്തില്ല. ഇവർ ഭയപ്പെട്ടു ഇവരെ ഒന്നെങ്കിൽ ഒരു വലിയ തടവുകാരാക്കി ഇവരെ മാറ്റുമെന്നൊക്കെ ഇവർ ചിന്തിച്ചു. പക്ഷേ വലിയ ശിക്ഷയൊന്നും കൊടുത്തില്ല. ചെറിയ ശിക്ഷകൾക്കാണ് ഇവരെ ശിക്ഷിച്ചത്. കാരണം ഓട്ടോ എന്ന് പറയുന്നതായ ഇവരുടെ നായയുടെ ലൈസൻസ് പുതുക്കുന്നതും ആയിട്ടുള്ള അതേപോലെയൊക്കെയുള്ള ചെറിയ ശിക്ഷകൾ ഇവർക്ക് കൊടുത്തു. അതിനുശേഷം ഇവരെ വെറുതെ വിട്ടു. അങ്ങനെ ഇവർക്ക് വലിയൊരു സന്തോഷമായി. കാരണം തൻ്റെ കൂട്ടുകാരനായ ഹെർമൻ കോൺ ആശുപത്രിവാസമെല്ലാം കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും അവരുടേതായ സ്വന്തം ദേശങ്ങളിലേക്ക് അവർ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോയി. വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ 1946 ഈ ഹെർമൻ കോൺ എന്ന് പറയുന്നതായ
മനുഷ്യൻ മരിച്ചു. എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ ഒരു കാറപകടത്തിലാണ് അദ്ദേഹം മരിച്ചത്. മരുഭൂമിയിൽ നിന്ന് തിരിച്ചെത്തി അധികം വൈകാതെ തന്നെയായിരുന്നു ഈ ദാരുണമായ അന്ത്യം. മരുഭൂമിയിലെ കഠിനമായ ജീവിതം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ വല്ലാതെ തളർത്തിയിരുന്നു. പല്ലുകൾ കൊഴിയുകയും വൈറ്റമിൻ കുറവ് മൂലം ശരീരം ദുർബലമാകുകയും ചെയ്ത അവസ്ഥയിലാണ് അദ്ദേഹം മരുഭൂമിയിൽ നിന്ന് വന്നത് തന്നെ. പക്ഷേ പിന്നെ അദ്ദേഹം പതുക്കെ ആരോഗ്യത്തിലേക്ക് എത്തിയെങ്കിലും ഒരു കാറപകടം അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചു. അങ്ങനെ അദ്ദേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഈ ഹെർണോ മാർട്ടിൻ എന്ന് പറയുന്നതായ മനുഷ്യൻ, മരുഭൂമിയിലെ അനുഭവങ്ങളെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഹെർണോ മാർട്ടിൻ ദീർഘകാലം ജീവിച്ചു. ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയുസ് നമുക്കറിയാമല്ലോ. മരണം 1998 ജനുവരി 7 ജർമ്മനിയിലെ ഗോട്ടിങ്ങിലായിരുന്നു അദ്ദേഹം മരിച്ചത്. 97 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. കാരണം വാർദ്ധക്യ സഹജമായ അസുഖം കാരണമാണ് അദ്ദേഹം മരിച്ചത്. ഈ അവരുടെ പട്ടി, അതായത് ഓട്ടോ എന്ന് പറയുന്നതായ ആ പട്ടി, ഈ ഹെർമൻ കോൺ ഈ കാറപകടത്തിൽ മരിച്ചു. അതിനുശേഷം ആ പട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം പട്ടി മനുഷ്യനും അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഒരു ബന്ധം വലിയൊരു ബന്ധമായിരുന്നു. പക്ഷെ ആ പട്ടി അവിടെ നിന്ന് ഇറങ്ങിയും പോയി. അതിനുശേഷം ആണ് നമുക്ക് ഈ കഥയ്ക്ക് ആധാരമായ ഈ ബുക്ക് ഈ മനുഷ്യൻ എഴുതുന്നത്. മാർട്ടിൻ എഴുതിയ ബുക്കിൻ്റെ പേര് ഷെൽട്ടറിങ് ഡിസേർട്ട് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ഈ ബുക്ക് വളരെയധികം ലോകത്തെ ചിന്തിപ്പിക്കുകയും വിറ്റഴിക്കുകയും ചെയ്ത ബുക്കായിരുന്നു. കാരണം രണ്ട് മനുഷ്യർ, രണ്ട് ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്ന രണ്ട് വിദ്യാർത്ഥികൾ യുദ്ധത്തെ പേടിച്ച് നമീബിയയുടെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയതും 2 വർഷം അവിടെ താമസിച്ചതും പ്രകൃതിയോട് മല്ലിട്ട് അവരുടെ ജീവിതം കെട്ടിപ്പടുത്തതും തിരിച്ച് അവർ വരുന്നതും എല്ലാം ആ ബുക്കിനകത്ത് വളരെയധികം വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. ഇതൊരു സിനിമയും ആയിട്ടുണ്ട്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്ന് മറ്റൊരു നല്ല കഥയുമായിട്ട് ഞാൻ വീണ്ടും മടങ്ങി വരാം. നിങ്ങൾക്ക് എല്ലാം എൻ്റെ നമസ്കാരം. ഇറ്റ്സ് മീ ബിജു. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇതുവരെയും നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ പോസിറ്റീവായോ നെഗറ്റീവായോ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റുകൾ നിങ്ങൾ എഴുതണം. അതെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.